ഇപ്പോൾ ഉള്ളത് ഓണാട്ടുകരയുടെ മണ്ണിലാണ്. ഈ ക്യാൻറ്റീൻ്റെ ഭാഗത്ത് തന്നെ ഭഗവാന്റെ യേശുവിൻ്റെ ഈ പടം വെക്കാനാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സപ്ര. എൻ്റെ അച്ഛനെ ഇവിടെ ആദ്യമായിട്ട് ഒരു കച്ചവടം ചെയ്ത് അരിയാണ്. പിന്നെ ഇത് ഈ തിയേറ്റർ ഇവിടെ തുടങ്ങാനുള്ള കാരണം ഉദ്ഘാടന ഫംഗ്ഷൻ വെള്ളപ്പള്ളിയാണ് ചെയ്തത്. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഒരു തിയേറ്റർ ഇല്ലാതിരുന്ന എൻ്റെ പിന്നിൽ ഷിർദി സായിബാബയുടെ ഒരു ജീവൻ തുടിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നിൽ മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ലോബിയിലും ചുറ്റുപാടുമെല്ലാം ധാരാളം മ്യൂറൽ പെയിൻറ്റിങ്സ് കാണാൻ സാധിക്കും. ടെമ്പിൾ ഫീൽ തരുന്ന രീതിയിലാണ് ഈ ഒരു ലോബി ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാടിനെ അതുപോലെ ചിത്രീകരിച്ച് ഒരു സിമെൻറ്റ് കൊണ്ടുള്ള ശില്പവും അതിൽ ധാരാളമായിട്ട് പെയിൻറ്റിങ്സും ഒക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. മതമൈത്രി വിളിച്ചോതുന്ന രീതിയിൽ ഈ ഒരു അമ്പലത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ തന്നെ നമുക്കൊരു മുസ്ലിം ദർഗയുടെ മിനാരവും അതുപോലെ തന്നെ യേശുദേവൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഫോട്ടോയും ശ്രീനാരായണ ഗുരുവിനെ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, നമ്മളിപ്പോൾ ഉള്ളത് ഓണാട്ടുകരയുടെ മണ്ണിലാണ്. ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലായിട്ട് ഓച്ചിറയിൽ ഈ അടുത്ത് ഓപ്പണായ സായ് സിനിപ്ലെക്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് മുതൽ ഈ ഒരു തിയേറ്ററിൽ പൊതുജനങ്ങൾക്കായിട്ടുള്ള പ്രദർശനം തുടങ്ങിയാണ്. തിയേറ്റർ ബാൽക്കണി ഇതുവരെ ചെയ്ത വീഡിയോകളിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആംബിയൻസ് നൽകുന്ന ലോബിയിൽ നിന്നിട്ടാണ് ഇന്നത്തെ ഒരു ഇൻട്രോ നിങ്ങളോട് പറയുന്നത്. നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിലായിട്ട് ഓച്ചിറ ടൗണിലേക്ക് കയറണം കേട്ടോ. നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയായിട്ടാണ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിയേറ്ററിൻ്റെ മുൻവശത്തുള്ള പാർക്കിങ്ങിലാണ്. ആക്ച്വലി 3 സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ ഇനി ഒരു 3 സ്ക്രീൻ കൂടി വന്നാലോ, അതായത് 6 സ്ക്രീൻ ഉണ്ടെങ്കിൽ പോലും അത്രയും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ തിയേറ്ററിന് മുന്നിലും അതുപോലെ തന്നെ ഹൈവേയോട് ചേർന്നുമൊക്കെ ആയിട്ട് ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ അടുത്ത് വന്ന തിയേറ്ററുകളുടെ ഒക്കെ ലുക്കിൽ നിന്ന് മാറിയിട്ട് മുൻവശത്തെല്ലാം ഗ്ലാസ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വശത്തായിട്ട് തിയേറ്ററിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും കേട്ടോ. പുതിയ തിയേറ്ററുകളിലൊക്കെ ടിക്കറ്റ് കൗണ്ടറിന് ബോക്സ് ഓഫീസ് എന്നാണ് പേരെങ്കിൽ ഇവിടെ ടിക്കറ്റ്സ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് പാർട്ണറായിട്ട് വരുന്നത് ബുക്ക് മൈ ഷോ ആണ്. ടിക്കറ്റ് ചാർജ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് ക്ലാസ്സിന് 180 രൂപയും സോഫ സീറ്റുകൾ ഉൾപ്പെടുന്ന ഡയമണ്ട് ക്ലാസ്സിന് 250 രൂപയുമാണ്. ക്യാഷ് പേയ്മെൻറ്റ് വഴിയും അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ് വഴിയും കാർഡ് പേയ്മെൻറ്റ് വഴിയും നമുക്കിവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കും. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ ആക്സസും അതുപോലെ തന്നെ സ്റ്റെയർ വഴിയും തിയേറ്ററിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു എൻട്രൻസ് കാണാൻ സാധിക്കും. നേരെ എന്തായാലും നമുക്ക് തിയേറ്ററിൽ കയറിയിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതെന്താണെന്ന് ഞാൻ ഓച്ചിറക്കാർക്ക് പറഞ്ഞു തരേണ്ടതായിട്ട് വരില്ല. കാരണം കേരളത്തിൽ തന്നെ കെട്ടുകാളകൾക്ക് പ്രശസ്തമായിട്ടുള്ള നാടാണ് നമ്മുടെ ഈ ഒരു ഓച്ചിറ എന്ന് പറയുന്നത്. ഇവിടുത്തെ പരബ്രഹ്മ ക്ഷേത്രവും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയധികം ആചാരങ്ങളും ഒക്കെ ഈ നാടിനെ വളരെയധികം വ്യത്യസ്തമാക്കുന്നുണ്ട്. അത്രയധികം പൈതൃകം വിളിച്ചോതുന്ന ഒരു നാടാണ് ഓച്ചിറയും ഇതിനോട് ചുറ്റുമുള്ള ഈ ഒരു ഓണാട്ടുകരയുടെ പ്രദേശങ്ങളും ഒക്കെ. ഇത് പെയിൻറ്റിങ് അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിങ്ങനെ സിമെൻറ്റിൽ ചെയ്തിട്ട് അതിന് മുകളിൽ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഓച്ചിറയുടെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആ ഒരു ആൽമരവും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാളയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറം നമ്മുടെ ഈ ഒരു തിയേറ്ററിന് ഓണറായിട്ടുള്ള ശ്രീ സുരേഷ്, അതായത് ഓച്ചിറയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള സുരേഷ് ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, അവരുടെയാണ് ഈ ഒരു തിയേറ്ററും. സോ സുരേഷ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വെക്കുന്നങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ലോബിയല്ല. അത്രയധികം കാഴ്ചകൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു നാടിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 3 സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ സ്ക്രീൻ 1നെയും അതുപോലെ തന്നെ സ്ക്രീൻ 2, 3 ഈ 3 സ്ക്രീനുകളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാസേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും വീതിയുള്ള ഒരു പാസേജ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം സൗണ്ട് ലീക്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഇവിടെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാസേജിലുടനീളം നമുക്ക് ഈ മ്യൂറൽ പെയിൻറ്റിങ്സ്, അത് കേരളത്തിൻ്റെ എന്താ പറയുക കഥകളി തൊട്ട് ദൈവികമായിട്ടുള്ള ചിത്രങ്ങൾ വരെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക്
നമുക്കിവിടെ കഫ്റ്റീരിയ കാണാൻ സാധിക്കും. ആക്ച്വലി കഫ്റ്റീരിയയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കഫ്റ്റീരിയ പ്രവർത്തന സജ്ജമാവുന്നേ ഉള്ളൂ. ഇന്നോട്ടാണ് ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രദർശനം തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓണാട്ടുകരയുടെ സ്വന്തം ഓച്ചിറയുടെ സ്വന്തം സായി സിനിപ്ലക്സിലെ സ്ക്രീൻ 1 കയറാൻ പോവുകയാണ്. സാധാരണ തിയേറ്ററുകളുടെ അല്ലെങ്കിൽ മൾട്ടിപ്ലക്സുകളുടെയൊക്കെ ഡോറിൻ്റെ ആ ഒരു ഡിസൈനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഹോംലി ഫീലാണ് ഈ ഒരു ഡോറ് കാണുമ്പോൾ കിട്ടുന്നത്. എന്തായാലും സ്ക്രീൻ 1 കയറിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നോക്കാം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓച്ചിറയിൽ മുന്നേ 2 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഒന്ന് പ്രീമിയർ, അതുപോലെ തന്നെ ഒന്ന് രാഗം. ഈ 2 തിയേറ്ററുകളിലും ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ജനത്തിരക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പണ്ടത്തെ ആ ടാക്കീസുകളിൽ സിനിമ കണ്ട് ശീലിച്ച ഓച്ചിറക്കാർക്ക് ഈ ഒരു തിയേറ്റർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ 1 നൽകുന്ന ഈ ഒരു ആംബിയൻസും ഫീലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇന്ന് കേരളത്തിലെ ഏതൊരു നഗരത്തിലുള്ള തിയേറ്ററുകളോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റിൽ ടൈലും അതിന് മുകളിലേക്ക് ആ ഒരു ഭിത്തിയുടെ ഭാഗം ഒരു ബ്ലാക്ക് കളറുള്ള ക്ലോത്ത് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് അക്കോസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആരോ മാർക്കിൻ്റെ ഷേപ്പിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ധാരാളമായിട്ട് ബ്ലൂ കളറുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഈ ഒരു ഹാളിന് ഒരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു എലഗൻ്റ് ആയിട്ടുള്ള ടച്ച് ഈ ഒരു ഹാളിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂട്ടത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ആയിട്ടുള്ള ഈ ഒരു സ്ക്രീൻ 1 ആകെ മൊത്തം 282 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 233 സീറ്റുകൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന രീതിയിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. സീറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നുള്ള ജാസോ സീറ്റ്സ് ആണ്. ഇനി ഈ ഒരു സീറ്റുകളുടെ ലെഗ് സ്പേസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള നല്ല കാല് നീട്ടി വെച്ചാലും തട്ടാത്ത രീതിയിൽ ലെഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 233 സീറ്റുകൾക്ക് പുറമെ 49 സോഫ സീറ്റുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സോ നോർമൽ സീറ്റുകൾക്ക് 180 രൂപയും സോഫ സീറ്റുകൾക്ക് 250 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ ഒരു ഹാളിൽ ഒളിപ്പിച്ചു വെച്ചൊരു സർപ്രൈസ് ആണ് ഈ കാണുന്ന ബോക്സ് കേട്ടോ. അതായത് 282 സീറ്റുകൾക്ക് പുറമെ ഏകദേശം ഒരു 5-6 സീറ്റുകൾ ഇടാൻ പറ്റുന്ന ഒരു ബോക്സ് കൂടി ഈ ഒരു സ്ക്രീൻ 1 ഉണ്ട്. സ്ക്രീൻ 1 പുറമെ സ്ക്രീൻ 2 ഇതേ രീതിയിലൊരു ബോക്സ് ഉണ്ട്. ആക്ച്വലി കേരളത്തിലെ ഏറ്റവും അവസാനമായിട്ട് ബോക്സ് ക്ലാസ് വന്ന തിയേറ്റർ ഒരുപക്ഷെ ഇതായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ വന്ന തിയേറ്ററിൽ ഒന്നും തന്നെ ഒരു ബോക്സ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും പുതിയതായിട്ട് വന്ന തിയേറ്ററിൽ ഇത്തരത്തിൽ ബോക്സ് ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഒരു അല്പം ഒബിസിറ്റി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ഒരു വലിയ സീറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു ബോക്സിലെ സീറ്റുകൾ സെറ്റ് ചെയ്യുക എന്നാണ്. നിലവിലെ സീറ്റുകൾ സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു തിയേറ്ററിലെ സ്ക്രീൻ എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 44 അടി വീതിയും അതുപോലെ തന്നെ 18 അടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയ ഹാർക്കനസിന്റെ പുതുപുത്തൻ സിൽവർ സ്ക്രീനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റിയുടെ 4K ലേസർ പ്രൊജക്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ്. കംപ്ലീറ്റ് JBLന്റെ സ്പീക്കറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിന്റെ ഏറ്റവും മുന്നിലായിട്ട് നമുക്കൊരു 6 സബ് വൂഫറുകളും ഹാളിന്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് 2 സബ് വൂഫറുകളും, അങ്ങനെ ആകെ മൊത്തം 8 സബ് വൂഫറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സബ് വൂഫറുകളും JBL എന്ന ബ്രാൻഡിന്റെയാണ്. സോ ടോട്ടലി ഈ ഒരു ഹാളിൻ്റെ ടെക്നിക്കൽ സ്പെക്സ് ആയാലും ഹാളിൻ്റെ സൈസ് ആയാലും സീറ്റുകളായാലും നമുക്ക് എന്താ പറയുക ഒരു തിയേറ്റർ പ്രേമികൾക്ക് വളരെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സിലെ ആ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ. സോ ഏറ്റവും മുന്നിലത്തെ ഈ ഒരു 2 സ്ട്രിപ്പ് ലൈറ്റ്സിൽ നിന്നുള്ള ആ ഒരു ബ്ലൂ കളർ ഈ ഒരു സ്ക്രീനിലേക്ക് വന്നിട്ട് ഈ ഒരു സ്ക്രീനും ഒരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഈ ഹാളിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടുത്തെ ഒരു വിഷ്വൽ കൂടി കണ്ടിട്ട് നേരെ സ്ക്രീൻ 2 കാഴ്ചകളിലേക്ക് പോകാം.
അപ്പോൾ സായ് സിനിപ്ലക്സിൻ്റെ സ്ക്രീൻ 2-വിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി സ്ക്രീൻ 2-ഉം സ്ക്രീൻ 3-യും ഏകദേശം ഒരേ സൈസുള്ള ഓഡിറ്റോറിയംസ് ആണ് കേട്ടോ. ആകെ വ്യത്യാസം വരുന്നത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണ്. സീറ്റിൻ്റെ എണ്ണത്തിൽ പോലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ജസ്റ്റ് ഒരു സീറ്റിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ക്രീൻ 2-വിൻ്റെ ഉള്ളിൽ നോർമൽ സീറ്റുകൾ 126 സോഫ സീറ്റുകൾ 27 അങ്ങനെ ആകെ മൊത്തം 153 സീറ്റുകളാണ് ഉള്ളത്. അതേസമയം സ്ക്രീൻ 3-ലേക്ക് വരികയാണെങ്കിൽ നോർമൽ സീറ്റുകൾ 126 തന്നെയാണ്, പക്ഷേ സോഫ സീറ്റുകൾ 26 ഉള്ളൂ. അങ്ങനെ ആകെ മൊത്തം 152 സീറ്റുകളാണ് സ്ക്രീൻ 3-യിലുള്ളത്. ഇനി ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ 2-വിന് ഒരു ക്ലാസ് എലഗൻറ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബേജ് കളറിലുള്ള ഒരു ഇൻറ്റീരിയറിൽ ഒരു വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സീറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള സോഫ സീറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാളിനൊരു എലഗൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ഫിനിഷാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ സ്ക്രീൻ 3-യിലേക്ക് വരുമ്പം അതൊന്നുകൂടി ഒരു കളർഫുൾ വൈബിലേക്ക് മാറും. അതായത് സീറ്റുകൾക്കാണെങ്കിൽ ഡാർക്ക് റെഡ് കളർ, സോഫ സീറ്റുകൾക്ക് ബ്ലാക്ക് കളർ, ഇൻറ്റീരിയർ ആണെങ്കിലും ഒരു റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ കളർ കോമ്പിനേഷനിലുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ രണ്ട് ഓഡിറ്റോറിയങ്ങളും ഏകദേശം ഒരേ സൈസ് ആണെന്നുണ്ടെങ്കിലും ആ രണ്ട് ഹാളുകളുടെയും ആ ഒരു ആംബിയൻസ് രണ്ട് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ രണ്ട് ഹാളുകളുടെയും ടെക്നിക്കൽ സ്പെക്സിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം സിമിലർ സ്പെക്സ് ആണ് കേട്ടോ. രണ്ട് ഹാളുകളിലും ക്രിസ്റ്റിയുടെ 2K ലേസർ പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് JBLൻ്റെ സ്പീക്കറുകളാണ്. അതുപോലെ തന്നെ മുന്നിലായിട്ട് ഈ രണ്ട് ഹാളുകളിലും നമുക്ക് 4 സബ്വൂഫറുകൾ വെച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ കംപ്ലീറ്റ് സൗണ്ടിൻ്റെ സൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗൻ ചേട്ടനാണ്. ഇനി സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ക്രീനുകളിലും ഏകദേശം 30 അടി വീതിയും അതുപോലെ തന്നെ 12 അടി ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയിട്ടുള്ള സിൽവർ സ്ക്രീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാർക്നെസിൻ്റെ തന്നെ സ്ക്രീനുകളാണ്. അപ്പോൾ നമ്മളെ അല്പം തിടുക്കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇന്ന് വന്ന ഈ ഒരു ദിവസം ഇവിടുത്തെ ഷോ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ പിന്നിലുള്ള സ്ക്രീനിൽ ഇവിടെ സിനിമ ട്രയൽ കളിക്കുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 11 മണിയാവാറായി. നമ്മൾ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ. സോ നമ്മൾ നേരെ ഹാളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. സോ അപ്പോൾ ഇവിടുത്തെ ഒരു വിഷ്വൽ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പം എൻ്റെ കൂടെയുള്ളത് ഓച്ചിറക്കാർക്കെന്നല്ല, കായംകുളം കരുനാഗപ്പള്ളി ഈ മേഖലയിലുള്ളവർക്കൊന്നും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീ സുരേഷ് സാറ്. ഓച്ചിറയിലെ പ്രസിദ്ധമായിട്ടുള്ള സുരേഷ് ടെക്സ്റ്റൈൽസ് അങ്ങനെ ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയുള്ള വ്യക്തിയാണ്. സോ അദ്ദേഹത്തിൻ്റെയാണ് നമ്മുടെ ഈ ഒരു സായ് സിനിപ്ലക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് സാറിനോടൊന്ന് ചോദിച്ചറിയാം. ഇത് എല്ലാ മതങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ദൈവത്തെ എല്ലാ മതങ്ങളിലും ഉള്ള സാരാംശം എന്ന് പറയുന്നത് ദൈവവിശ്വാസവും ദൈവകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങൾ, അതിനുവേണ്ടിയാണ് ഞാൻ മക്കയുടെ പടം. അപ്പോൾ ഇത് കാണുന്നല്ലാതെ ഒരു മതമൈത്രി മാത്രമല്ല, അതിൻ്റെ ആ വിശ്വാസം ഉള്ളിൽ പെട്ടിട്ടാണ് അത് ചെയ്തത്. അപ്പം അങ്ങനെയുള്ളൊരു ഭാവനയാണ് നമ്മുടെ ഈ മ്യൂറൽ പിക്ചറുകൾക്ക് കൊടുത്തതെല്ലാം. ഈ ക്യാൻറ്റീൻ്റെ ഭാഗത്ത് തന്നെ ഭഗവാന്റെ യേശുവിൻ്റെ ഈ പടം വെക്കാനാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സപ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അങ്ങ് ചെയ്യുന്ന അത് ജനങ്ങൾക്കത് അതിൻ്റെ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, ഇവിടെ ഒന്ന് കാണുമ്പോൾ തന്നെ തൃപ്തിയാകണം എന്ന ഉദ്ദേശം കൊണ്ട് തന്നെ ആ പടം തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് അത് ഒരു ആ ലാസ്റ്റ് സപ്പർ എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ആ അനുഗ്രഹത്തിനോ അത് തീർച്ചയായിട്ടും ഉതകുന്നതാണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് ചെയ്തത്. ഇത് ഓച്ചിറയിലെ നമ്മുടെ ഇവിടുത്തെ ഓച്ചിറയിലെ ഉത്സവങ്ങളാണ്. ഒന്ന് 28 ഓണം, ഇത് ഓച്ചിറക്കളി, ഇതെല്ലാം ഓരോ സമയങ്ങളിലാണ്. പിന്നെ ഇത് ഓച്ചിറയിലെ ആൽത്തറ, അതിൻ്റെ അന്ന് അവിടുത്തെ വേറെ ഒന്നും ബിംബങ്ങളില്ല, രൂപങ്ങളില്ല, അമ്പലമില്ല. അതെ. പിന്നെ ഇത് ഒരു ഭാഗം ആൾക്കാർ ശിവൻ്റെ വാഹനമായിട്ടുള്ള നന്ദീശ്വരൻ കാള അത് കൊണ്ടുവന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അത് ഈ ആൾ ഒറിജിനൽ ആൾ തന്നെയായിരുന്നു. ഇങ്ങനൊരു ആളുണ്ടായിരുന്നു, മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക്. ഇത് അന്നത്തെ ആദ്യ കാലങ്ങളിലെ കമ്പോളമാണ്. അന്ന് കമ്പോളങ്ങളില്ല, കടകളില്ല. ആ സമയത്ത് ഒരു 80-100 വർഷത്തിന് മുമ്പ് ആണ് എൻ്റെ അച്ഛനെ ഇവിടെ ആദ്യമായിട്ട് ഒരു കച്ചവടം ചെയ്ത്. അരിയാണ് അത് പക്കായിൽ അളന്നു കൊടുക്കുക. അതാണ് ഈ സീൻ. പിന്നെ ബാബയുടെ ശക്തി ആ നോട്ടം തന്നെ ഉണ്ട്. എത്ര ഐശ്വര്യമായിട്ടാണ്
ആ ബ്ലെസ്സിങ്, അതിന് ബ്ലെസ്സിങ്ങിനൊരു ശക്തിയുണ്ട്. അതെൻ്റെ ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഈ ഭൂമിക്ക് പോലും അങ്ങനെ ആയി. അതുകൂടാതെ തന്നെ ഈ ഭൂമിക്ക് 3.25 ഏക്കറാണ്. ഇത് സായി ഗ്രാമം എന്ന പേരിട്ടു. പിന്നെ ഈ ജംഗ്ഷന് നാട്ടുകാർ പേരിട്ടു സായി ജംഗ്ഷൻ. അപ്പോൾ സായി സിനിഫ്ലെക്സ്, സായി ഗ്രാമം, സായി ജംഗ്ഷൻ, ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടു. അത് ചെറിയ കാര്യമല്ല, അത് ബാബയുടെ അനുഗ്രഹം തന്നെയാണ്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സുരേഷ് സാറേ, ബാക്കി കുറച്ച് വിശേഷങ്ങൾ നമുക്ക് സ്ക്രീനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം അല്ലേ? അതെ. നമസ്കാരം. ഇതെൻ്റെ മോനാണ്, ദീപക് എന്ന് പറയും. ഇനിയൊരു മോളുണ്ട്, അത് ദീപ, വന്നിട്ടില്ല. ഇത് എൻ്റെ കൊച്ചുമോൻ്റെ ഹസ്ബൻഡാണ്, രാഹുൽ എന്ന് പറയും. പിന്നെ അതെൻ്റെ അനിയൻ്റെ മോനാണ്, ആദർശ് എന്ന് പറയും. കാരണം ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്. പിന്നെ ഇത് ഈ തിയേറ്റർ ഇവിടെ തുടങ്ങാനുള്ള കാരണം ഒരു 20 വർഷമായി ഇപ്പം ഇവിടെ സിനിമാ തിയേറ്റർ ഇല്ലാതായിപ്പോയത്. അത് 3 സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു ഇവിടെ, പ്രീമിയർ, രാഗം, പത്മ. ഇതിലൊക്കെ 10, 800, 1000 സീറ്റുള്ള ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ 20 വർഷമെല്ലാം അടച്ചു പോയിട്ട് പിന്നെ ഒരു സിനിമാ തിയേറ്ററിൽ ആരും തുനിഞ്ഞുമില്ല. എനിക്ക് അന്ന് മുതലൊരു മനസ്സിന് പ്രയാസം ഉണ്ടായി. ഇവിടെ എൻ്റർടൈൻ ഒത്ത സമയത്തില്ല. ഒരു എൻ്റർടൈൻ എന്ന് പറഞ്ഞാൽ അമ്പലം വരിക, അമ്പലത്തിൽ തൊഴുക, പോകുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ അമ്പലമല്ല, ആക്ച്വലി ആൾത്തറയാണ്. ആൾത്തറയെ നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പരമശിവൻ എന്നുള്ളതെന്ന് വെച്ചിട്ട് പരബ്രഹ്മമായിട്ടാണ് ഇവിടെ നിൽക്കുന്ന മൂർത്തി, പരബ്രഹ്മമൂർത്തി. ഒന്നും ഈ മറ്റ് പ്രതിമകളോ പൂജകളോ ഒന്നുമില്ല. ഇവിടെ വരുന്ന ഒരു സമുദായക്കാർ അത് ഒക്കുന്ന ക്രിയയൊക്കെ ചെയ്യും. അവർ പ്രസാദം തരും. ആ പ്രസാദം മേടിച്ച് സർവ്വ രോഗങ്ങളും മാറുന്ന ഒരു അമ്പലമാണ്. അതിനകത്ത് പ്രസാദം എന്താണ്? ഓച്ചറ ഉള്ള കണ്ടത്തിലെ മണ്ണ്, ഈ മണ്ണാ പ്രസാദം കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ വിളക്ക് കത്തിച്ചതിൻ്റെ കരിയുണ്ട്, അതും ഒരു ഇലയിൽ തൊട്ട് കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു തിയേറ്റർ നടന്നത് ആ 20 വർഷം കൊണ്ട് എൻ്റെ മനസ്സിൽ നിന്നത് അത് സാക്ഷാത്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആവശ്യമായിരുന്നു, നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു എൻ്റർടൈൻ ഇല്ലായിരുന്നു, വേറെ ഒന്നുമില്ല. അതിനെ തിരിച്ചാക്കിയാണ് ഇത് വന്നത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അതിന് പറ്റിയ യോജിച്ച എല്ലാവരും, അത് ഉദയകുമാറായാലും തങ്കപ്പനായാലും ഇവരൊക്കെ ഇതിൻ്റെ എൻ്റെ പിന്നോടിയല്ല, മുന്നോടിയായിട്ട് അവർ നിന്നു. ഞാനിതിനകത്ത് ഇടപെട്ടു. ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചത് അത് ശരിക്കും സിദ്ധി സാഹിബയുടെ കഴിവും ഓച്ചറ പരബ്രഹ്മത്തിൻ്റെ കഴിവും തായ് മൂകാംബിയുടെയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതിന് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാകുമെന്നെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടാണ് ഞാൻ ചെയ്തത്. അത് അങ്ങനെ തന്നെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ അത് കാണാൻ കാരണം ഉദ്ഘാടന ഫംഗ്ഷൻ വെള്ളപ്പള്ളിയാണ് ചെയ്തത്. പക്ഷേ എല്ലാ ആളുകളും വിളിച്ചവരും വിളിക്കാത്തവരുമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒറ്റ മനസ്സായിട്ടാണ് നിന്നാക്കേണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സ് തൃപ്തിയായി. ഇനി ബാക്കി നടന്നോളും എന്ന വിശ്വാസവും. ഞാൻ ഈ തിയേറ്റർ തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ കേരളത്തിലെ മുന്തിയ തിയേറ്ററുകൾ, നല്ല തിയേറ്ററുകൾ പോയി വിസിറ്റ് ചെയ്തു. 10-21 തിയേറ്റർ ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഞാൻ വിസിറ്റ് ചെയ്തു. ഞാൻ സിനിമ കാണാറില്ലായിരുന്നു. എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമല്ലാത്തതല്ല, അതിന് മെനക്കെട്ട് ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ മെനക്കെടാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. എനിക്കതിന് സമാധാനമില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ തുടങ്ങുന്നതിന് മുമ്പേ ഇതെല്ലാം അങ്ങനെ ഓരോ ഭാഗത്ത് പോയി കണ്ടു. അങ്ങനെയാണ് ഡോൾഫി ആക്കാൻ കാരണം, 4K ഡോൾഫി ഇതെല്ലാം ആക്കാൻ കാരണം നാട്ടുകാർക്ക് സന്തോഷമായിട്ടും വേറൊരു ടൗണിൽ പോകാതെ, അല്ലെങ്കിൽ എറണാകുളം പോകണം അല്ലെങ്കിൽ അങ്ങനെ പോകാതെ ഇവിടെ ഒന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് ഞാൻ ചെയ്തത്. അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഇനിയും അങ്ങനെ തന്നെ പോകും. പിന്നെ ഇനിയുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓച്ചറ ഇരുന്ന് കഴിക്കാനുള്ളൊരു നല്ല ഹോട്ടലില്ല. ശരിക്കും പറഞ്ഞാൽ കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. എല്ലാ റോഡ് സൈഡിലെത്തി ചായക്കട പോലുള്ള ഹോട്ടലാണ് അവൾ കഴിക്കുന്നത്. അതൊന്നും മാറ്റം വരണമെന്നൊരു ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ അതിനുമുള്ള സഹകരണം നാട്ടുകാരുണ്ടാകും എന്നുള്ള യാതൊരു സംശയമില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതും എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ആഗ്രഹം മാത്രമാണ്. പിന്നെ നടത്തേണ്ട ഈശ്വരനാണ്. ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇതിന് തിയേറ്ററിന് പേരിടാൻ പല കാര്യങ്ങളും എന്നോട് സംസാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നെ ഈ നിലയിലാക്കാനുള്ള കാരണം എൻ്റെ ഈശ്വരൻ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ എനിക്ക് സായി എന്നുള്ള നാമം ഇടണമെന്നുള്ള എന്നെ ഉള്ളുവിളി പോലെ വന്നുകൊണ്ടിരുന്നു. അതും പേരെന്ത് അക്ഷരം SAI, ഈ 3 അക്ഷരമേ ഉള്ളൂ. അപ്പം ആളുകൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഈ സായി നാമം ആളുകൾ ഉച്ചരിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പം അതാണ് ഈ സായി എന്നുള്ള പേര്. പക്ഷേ കേട്ടവരെല്ലാം വളരെ അതിശയിച്ചു. ഇത്ര ചെറിയ ഓരോ തിയേറ്ററിനും അങ്ങനെ കുറേ അക്ഷരങ്ങളുള്ള പേരുകൾ അങ്ങനെ വേണ്ട. സിമ്പിളായിട്ട് ഒരു കൊച്ചു ഒരു സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് സായി പറയാൻ ആൾക്ക് പ്രയാസം ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഇനി വയ്യാ സമയത്തും സായി എന്നൊരു നാമം വിളിക്കും. അത് ചിലപ്പം ബാബയുടെ അനുഗ്രഹം ഒന്നും ഉണ്ടായിരുന്നേ. കംഫർട്ടിൻ്റെ കാര്യം എടുത്തു പറയുമ്പോഴേക്കും നമ്മൾ 2 ബോക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അതാകുമ്പോഴേക്കും നമുക്ക് എക്സ്ട്രാ ഒരു സ്പെഷ്യൽ പ്ലേസും നമുക്കൊരു എക്സ്ട്രാ കംഫർട്ടും വേണ്ടി കിട്ടും. അത് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി വരുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആൾക്കാരൊന്ന് മാറി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബോക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 to 13 സീറ്റ്സ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബോക്സ് ആഡ് ചെയ്തേക്കുന്നത്. സോ ബിസിനസ്സിന് ഉപരി കംഫർട്ടിനാണ് മുൻതൂക്കം. സ്ഥിരമായിട്ട് സിനിമ കാണാറില്ല, എന്നാൽ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ധാരാളം തിയേറ്ററുകളിലൂടെ സഞ്ചരിച്ച് ആ തിയേറ്ററുകളെ പഠിച്ചിട്ട് സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാർക്ക് ഒരു സമ്മാനം എന്ന വണ്ണം ഒരു ഉഗ്രൻ തിയേറ്റർ നൽകിയ ശ്രീ സുരേഷ് സാറിന് നമ്മുടെ തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നുള്ളൊരു മൊമെൻറ്റോ കൂടി കൈമാറുകയാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നമ്മുടെ സൈഡിൽ നിന്ന് നേരുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഒരു തിയേറ്റർ ഇല്ലാതിരുന്ന ഓണാട്ടുകരയുടെ മണ്ണിലേക്ക് സായി സിനിപ്ലെക്സ് വന്നിരിക്കുന്നത് നല്ല കിഡിലൻ ടെക്നിക്കൽ സ്പെക്സുമായിട്ടും അതുപോലെ തന്നെ ധാരാളം പ്രത്യേകതകളുമായിട്ടാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ആംബിയൻസും തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് മുതൽ ഇവിടെ പ്രദർശനം ആരംഭിക്കുകയാണ്. സോ ഈ ഒരു തിയേറ്ററിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ കുറേയധികം ആളുകൾ സിനിമ കണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സിനിമ കാണാത്ത ആളുകൾ ഇവിടുത്തെ 3 സ്ക്രീനുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീൻ ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പതിവുപോലെ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.